അപ്പൊ ഇന്നാണ് ക്രിസ്മസ്. നമ്മള് ഫാമിലി ആയിട്ട് വെളിയിൽ അടിച്ചു പൊളിക്കാൻ വന്നിട്ടുണ്ടേ. ഫുൾ ഫാമിലി ആയിട്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഗോഗോലാൻഡിലാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ പോണത്. അതും ഫുൾ ഫാമിലി ആയിട്ട് പൊളിക്കുന്നു അല്ലേ. ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഫാമിലി ചലഞ്ച്. നമ്മൾ 4 ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഗെയിം ഈ അമ്മമാർക്കുള്ളതാണ്. നമുക്ക് 5 അമ്മമാരുണ്ട്. 5 അമ്മമാർക്ക് 5 ഗിഫ്റ്റ് കൊടുക്കും. ഇവർ 5 പേര് ഈ സ്ഥലം ഫുള്ളിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഒളിച്ചിരിക്കണം ആ ഗിഫ്റ്റും കൊണ്ട്. എന്നിട്ട് ഞാൻ അവരെ കണ്ടുപിടിക്കാൻ പോകും. 2 പേരെ കണ്ടുപിടിച്ചാൽ അവരെ 2 പേരെ ഗിഫ്റ്റ് എനിക്ക് കിട്ടും. ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവരുടെ സ്വന്തം ഗിഫ്റ്റ് അവർക്ക് തന്നെ എടുക്കാം. പക്ഷെ ബാത്റൂമിലൊന്നും ആരും ഗോവലാനത്ത് എവിടെ വേണേലും കൊണ്ടുവയ്ക്കാം. ഒളിക്കാൻ 5 മിനിറ്റ്, കണ്ടുപിടിക്കാൻ 5 മിനിറ്റ് തന്നെ ഉണ്ട്. സാധനം കണ്ടുപിടിച്ച അത് നിങ്ങൾക്കല്ലേ. അപ്പൊ അതിനെ കൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ വിളയിൽ പൊളിച്ചു. അപ്പുറത്തെ വിളയിൽ എനിക്ക് വരാൻ അറിയാം. പറഞ്ഞ ഇവര് ബോട്ട് ഒളിച്ചവരെ വീട്ടിൽ പോകാൻ തോന്നുന്നു. അപ്പൊ അമ്മമാരുടെ ഗിഫ്റ്റ് അമ്മമാർക്ക് തന്നെ സെലക്ട് ചെയ്യാം കേട്ടല്ലോ. വലുതിനകത്ത് ചെറിയ ഗിഫ്റ്റ് ഇരിക്കും, ചെറുതിനകത്ത് വലിയ ഗിഫ്റ്റ് ഇരിക്കും. ചിലതിനകത്ത് ഒന്നും ഇരിക്കത്തില്ല. 1 2 3 സ്റ്റാർട്ട്. വലിയ ഗിഫ്റ്റ് ആരും എടുക്കുന്നില്ല, എല്ലാവരും ഫസ്റ്റ് ചെറുതെടുത്ത്. ഇവരുണ്ടല്ലോ കുലിക്ക് നോക്കണം. ഒന്നുമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ചിലപ്പോ ഫസ്റ്റ് പിടിതരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെ നോക്കി വെക്കാം. റെഡിയല്ലേ? 3 2 1 ഗോ. ഓടിക്കോ. എവിടെ പോയാലും നിന്നെ പിടിക്കും കേട്ടാ. അവിടെ ആളുണ്ട്. ഇങ്ങോ. നമ്മുടെ കുടുംബം ഇതാണ്. നമ്മൾ ജയിച്ച അമ്മയും ജയിക്കും, ഞാനും ജയിക്കും കേട്ടാ. ചേച്ചി കാണരുത്. 5 മിനിറ്റ് വരെ ആരും കാണരുത്. ഓടും. എനിക്കറിയില്ല എവിടെ പോകണം. അടുത്ത ചലഞ്ച് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി. ഇവര് കൊച്ചു കുട്ടികളായതുകൊണ്ട് ഇവർക്ക് ഒരു ചെറിയ ഏരിയയിൽ നമ്മളൊരു വലിയ ഗിഫ്റ്റ് ഒളിച്ചിരിക്കും കേട്ടാ. പിള്ളേരെ ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. പഠിച്ചില്ലെങ്കിൽ പിള്ളേർ വേറെ വല്ല ഗിഫ്റ്റ് എടുത്തോണ്ട്. റൂൾസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ 3 പേരും ഒരു ടീമാണ്. നിങ്ങൾ ഒരുമിച്ചാണ് സാധനം കണ്ടുപിടിക്കേണ്ടത്. 3 2 1 go. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്തിന്റെ ബാക്കിൽ വന്നിങ്ങനെ പതുങ്ങിയിരിക്കുവാണ്. കണ്ടുപിടിക്കൂല അമ്മ. കക്കൂസിന്റെ പുറകിൽ ഒളിക്കുന്നു ഷേർലി. ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം. ഇതിനകത്ത് മിഠായിരിക്കണം തോന്നുന്നു. നിങ്ങൾ ഇവിടെ കൂടും. അയ്യോ, എന്റെ അറിവിൽ നമ്മൾ ഏറ്റവും എൻഡിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നാലും നീ അവിടെ കാണുന്ന രീതിയിൽ നിൽക്കരുത് പ്ലീസ്. അടുത്ത ചലഞ്ച് ഈ 2 ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചിക്കനായിട്ടുള്ള ചലഞ്ചാണ്. മറ്റേ ഇങ്ങനെ കാളയില്ലേ ഒരു സാധനം, ഇങ്ങനെ കയറുന്ന സാധനം ഇല്ലേ, നല്ല ഹൈറ്റിൽ കയറി പോണം. അതിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്യണം. അമ്പുള്ള സാധനത്തിൽ എത്ര സ്കോർ ചെയ്യണമെന്ന് നോക്കണം. ഇതിനകത്ത് എന്തിരിക്കുന്ന സ്വർണ്ണങ്ങൾ അറിയിരിക്കുന്നത്. ഇതിൽ ഞാൻ ജയിക്കും. ടാറ്റാ, എവിടെ ഇരിക്കും ഇപ്പൊ രാമി. ടാറ്റാ. കഴിഞ്ഞ് എല്ലാരും ഒളിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ഇല്ലേ ഒത്തിരി തിരക്ക്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ അമ്മമാരെ ഇവരല്ല പുല്ലിന്റെ ഇടയിൽ കാണുമെന്നാണ് എന്റെ ഒരു ബലമായി. ഞാൻ അവിടെ ഒന്നും വരത്തില്ല. 5 മിനിറ്റ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എവിടെ പോകുന്നല്ലോ അറിയത്തില്ല. ഞാൻ അമ്മേനെ ഒരു കോമഡി സ്ഥലത്താണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ചേച്ചി ബാലൻസ് ചെയ്യും. കാരണം എന്റെ മനസ്സ് പറയണം ആനി കണ്ടുപിടിക്കത്തില്ല. കാരണം നമ്മളൊക്കെ വല്ലേ ഒളിപ്പിച്ചത്. ആനി എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഒളിപ്പിച്ചാൽ ഫസ്റ്റ് കണ്ടുപിടിക്കും. പറയാൻ പറ്റില്ല.
അറിയത്തില്ല സമയത്തിന് ഒരു വല്ല റൈഡ് വിങ്ങിയാണ് കളിക്കുന്നത് ആർക്കറിയാം. സ്പേസ് ഒട്ടും നല്ലതല്ല കേട്ടോ അനന്ത്. ഒരു ഇവിടെ രാത്രിയില്ല. എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇവര് ഫസ്റ്റ് കളിക്കാൻ പോണ ഗെയിം ക്ലൈംബിംഗ് വാൾ. നല്ല സ്ഥലത്തന്നെ ഒളിച്ചിരിക്കണം. സത്യം പറയാമെങ്കിൽ മോള് പെട്ടെന്ന് അമ്മയെ പിടിക്കാൻ കണക്കാണ് ഞാൻ ഇവിടെ തന്നെ വന്ന് നിന്നത്. തള്ളി ദേവസേനെ പിടിച്ചിട്ട് ജോസഫേട്ടൻ്റെ അമ്മേനെ വാ. ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് ഇത് എങ്ങനെയാണ് നിങ്ങളുടെ മോളല്ലേ ഇത് പിടിക്കാതിരിക്കും. ഓപ്പൺ ഏരിയയിൽ ഒളിച്ചിരുന്നിട്ട് ഇത് കറക്റ്റായിട്ട് വീഴ്ത്തിയാ. എടാ അതില്ലേ ഫസ്റ്റ് നമ്മള് ആംഗിൾ ആണ് അപ്പൊ അവിടെ കിട്ടി. ഇതൊക്കെ ഞങ്ങൾ പ്രൊഫഷണൽസ് ചെയ്യുന്നതാണ്. അന്തസാന് 16 പോയിന്റ്സ്, ഒരു 9 ഒരു 7. അഭിനി കണ്ടറിയാം ഒരു 9. ചേട്ടാ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറിയുന്നു. എല്ലാരും സേഫാണ് അവിടെ. ഒബ്വിയസ്ലി ആൻഡ് ദ വിന്നർ ഈസ് കുറച്ച് മാറിയില്ലേ. അമ്മേനെ കണ്ടുപിടിക്കാം. അമ്മ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ട് ഞാൻ ബോക്സ് 2 വലിയ ബോക്സിനെടുത്ത് അവിടെ വെച്ചു. ആരും കണ്ടുപിടിക്കത്തില്ല. അമ്മ ആരെങ്കിലും കണ്ടുപിടിച്ചു ഷെറീൻ ആന്റിയുടെ ദേവസേനെ കണ്ടുപിടിച്ചു. നിങ്ങൾ രക്ഷപ്പെട്ടു. ഇവിടെ വന്നിട്ട് പോയി. എവിടെ മറ്റേ ഇങ്ങനെ കാളയില്ലയോ സാധനം ഇങ്ങനെ ഇപ്പൊ പാത്തോടാ. എന്റെ പല്ലെവിടെയാണ്? പെട്ടെന്ന് കണ്ടുപിടിച്ചതോ ഓടിയെല്ലാം കണ്ടുപിടിച്ചു.
മൂന്നുപേരും. ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് ഇല്ലാത്തവർക്ക് പൊട്ടിക്കാൻ വന്നില്ല. പൊട്ടിക്കാം. ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി എന്റെ ക്രിസ്മസ് കാർഡ് ഞാൻ അവർക്ക് രണ്ടുപേർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. മനസ്സിൽ തൊട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? ആര് ജയിച്ചെന്നാണ് അതിപ്പോ തരൂ. സൂക്ഷിച്ചിരിക്കും ഗൈസ്. നിങ്ങൾ പറയുന്നത് വരെ എനിക്കുള്ളതാണ്. അച്ഛാ ഇത് എന്റെ സൈസാ. നമ്മുടെ ക്രിസ്മസ് നമ്മുടെ ഫാമിലിയുടെ കൂടെ മാക്സിമം എൻജോയ് ചെയ്ത് അവരെ ഇവിടെ കിടിലം റൂംസ് ഉണ്ട്. പല ഐറ്റം പല രീതി കിടിലായിട്ട് പൂള് റൂം പിന്നെ അഡ്വഞ്ചർ എല്ലാം ഉള്ള റിസോർട്ടാണ്. അടിപൊളി സാധനം. പുതിയ കപ്പിൾസിനും ഇവിടെ കുറച്ച് റൂംസ് ഉണ്ട്. ബാംബു റൂംസ് ഉണ്ട്. ഒത്തിരി റൂംസ് ഉണ്ട്. അപ്പൊ ഗൈസ് DJ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ അവർ നമുക്ക് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് റൂമുണ്ട് അത് തന്നെ എല്ലാവരും ഒരുമിച്ച് കേക്ക് കട്ടിയാ. കട്ട് ചെയ്യാം. ഉണ്ണിയേശു. ഒരു ഗിഫ്റ്റ് കൂടെ ബാക്കിയുണ്ട്. ഇതാർക്ക് വേണം? കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിനകത്ത്, ഈ നാട്ടിനകത്ത്, ഈ കുടുംബത്തിനകത്ത്. ഞങ്ങളൊക്കെ എന്തിനിരിക്കുന്നു ഇവിടെ? സൈസ് ഒക്കെ കാണുമ്പോ ഇത് എനിക്ക് നമ്പിയാണ്. സൈസ് കാണുമ്പോ എനിക്ക് നമ്പിയണ്ണനും ഉള്ളതും ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. രണ്ടായി പിടിക്കണേടാ പോകുന്നത്.
നല്ല ഫണ്ടുണ്ടായിരുന്നു. എങ്ങനെയാണോ ഉണ്ടായിരുന്നു?